Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Poco X6 Proന്റെ ചാർജിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം Poco X6 Pro പുതിയൊരു മിഡ് റേഞ്ചിലെ പവർഫുൾ ഡിവൈസ് ആണ്. ഇതിനകത്ത് വരുന്ന Dimensity 8300 അൾട്രാ ചിപ്പാണ്, LPDDR5X RAM, UFS 4.0 അങ്ങനെ അടിപൊളി ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 67 വാട്ട് അഡാപ്റ്ററാണ്. ഇതാണ് ബണ്ടിൽ ചാർജർ. 67 വാട്ട് ചാർജർ, ടർബോ ചാർജറാണ് ഷവമീൻ്റെ. അപ്പോൾ ഈ ഒരു ചാർജർ വെച്ചാണ് നമ്മൾ Poco X6 Pro ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് Poco X6 Pro നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ ക്വിക്കായിട്ട് സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഹൈപ്പർ OS ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ്രോയിഡ് 14ഉം ഷവമീൻ്റെ ഹൈപ്പർ OS ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് അപ് ടു 12 GB റാമും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 1% ബാറ്ററിയാണ് ഈ ഫോണിലുള്ളത്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്യാണ്. 1% ബാറ്ററിയിൽ ചാർജർ കണക്ട് ചെയ്യാണ്. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനിടയിൽ മുകളിൽ നോട്ടിഫിക്കേഷൻ കണ്ടോ, ക്വിക്ക് ചാർജിങ് 67 വാട്ട് ചാർജിങ് എന്ന് പറഞ്ഞ് കാണാം. അതൊരു പുതിയ നോട്ടിഫിക്കേഷനാണ് ഹൈപ്പർ OSൻ്റെ. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ചാർജിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിലുള്ള ടൈമറും സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ടൈമർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടയ്ക്ക് വന്ന് നോക്കാം എത്രത്തോളം ചാർജ് കയറുന്നുണ്ട്, എത്ര ഫാസ്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ 5 മിനിറ്റ് ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ്. 5 മിനിറ്റ്സ് ചാർജിങ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ നോക്കാം. 37.5 degrees ആണ്. ഇൻഫാക്ട് ഓൾമോസ്റ്റ് ക്ലോസ് ടു 38 degrees. അത് നോർമൽ ടെമ്പറേച്ചറാണ്. ഏതൊരു ഫോൺ ചാർജ് ചെയ്യുമ്പോഴും വരുന്ന ഒരു ടെമ്പറേച്ചറാണ്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ് ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ്. 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ എത്ര ബാറ്ററി ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരട്ടെ. 13% ബാറ്ററി, അതായത് വെറും 5 മിനിറ്റിൽ 13% ബാറ്ററി ആയിരിക്കുകയാണ്. നല്ലൊരു അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. 67 വാട്ട് ചാർജിങ്. ഇനി 10 മിനിറ്റിൽ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ടെമ്പറേച്ചർ നോക്കാം. വീണ്ടും തന്നെ അതേ ടെമ്പറേച്ചറാണ്, ചെറിയൊരു സ്ലൈറ്റ് ഇൻക്രീസ് 38.1 ആയി മാത്രമേ ഉള്ളൂ. ബാക്കി ടെമ്പറേച്ചർ ഏറെക്കുറെ അതേ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഓഫ് ചാർജിങ്ങിൽ നമുക്ക് 25% ബാറ്ററി ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 25% ബാറ്ററി ആണ് 10 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ വന്നിരിക്കുന്നതുണ്ടല്ലേ. 25%, 67 വാട്ട് ചാർജിങ്ങും കാണാം. അപ്പോൾ 10 മിനിറ്റിൽ 1/4 ഓഫ് ദ ബാറ്ററി കംപ്ലീറ്റഡ് ആണ്. ഇനി 20 മിനിറ്റായി നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ എത്ര ബാറ്ററി ഉണ്ട് നോക്കാം. അപ്പോൾ 20 മിനിറ്റ്സിൽ നമുക്ക് കിട്ടുന്നത് അറൗണ്ട് 57% ബാറ്ററി, അതായത് 50%-ലേറെ ബാറ്ററി വെറും 20 മിനിറ്റ് കൊണ്ട് ഫുള്ളായി എന്നുള്ളതാണ്. അതായത് 57% 20 മിനിറ്റ് ഓഫ് ചാർജിങ്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇനി അടുത്ത് നമുക്ക് അരമണിക്കൂറിൽ എത്ര ബാറ്ററിയിൽ നോക്കാം. ഇപ്പോൾ ഹാഫ് ആൻ അവർ ഓഫ് ചാർജിങ് ആയി, അരമണിക്കൂറായി നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 77% ആയിരിക്കുകയാണ് അരമണിക്കൂറിൽ. അപ്പോൾ ഹാഫ് ആൻ അവർ ഓഫ് നമ്മൾ ചാർജ് ചെയ്യുക ഓൾമോസ്റ്റ് 75 to 80% ഇടയിൽ എവിടെയെങ്കിലും നിൽക്കുന്നില്ല. പിന്നെ അഗെയിൻ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഓരോ റൂം കണ്ടീഷൻ വെച്ച് ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ പോലും അത്യാവശ്യം നല്ല ചാർജിങ് സ്പീഡാണ്. ഇനി 23% കൂടിയാണ് ബാക്കി വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 40 മിനിറ്റ് ആകുമ്പോൾ എത്രയായി നമുക്ക് നോക്കാം. 40 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ എത്ര വരുന്നുണ്ട് നോക്കാം. പിന്നെ അഗെയിൻ ഇത് റൂം ടെമ്പറേച്ചർ കണ്ടീഷൻസ്, അതേപോലെ വോൾട്ടേജ് എല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 40 മിനിറ്റ് ആയിരിക്കുകയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 40 മിനിറ്റിൽ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ 40 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ 94% ആയിരിക്കുകയാണ് ബാറ്ററി. 40 മിനിറ്റ്സ് 94%. ഇനി വെറും 6% കൂടിയാണ് ബാക്കിയുള്ളത്. 6% ബാറ്ററിയും കൂടി ചാർജ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അത് എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. അപ്പോൾ 50 മിനിറ്റ്സിൽ ഫുള്ളി ചാർജ്ഡ് ആയിരിക്കുന്നത് കണ്ടില്ല, ഇവിടെ ചാർജ് എന്ന് എഴുതി കാണാം. അപ്പോൾ 50 മിനിറ്റിലാണ് 67 വാട്ട് ചാർജർ 5000 mAh ബാറ്ററി ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 50 മിനിറ്റ് ലെസ് ദാൻ ആൻ അവറാണ് ഈ ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. 67 വാട്ട് ചാർജിങ് വിത്ത് Dimensity 8300 അൾട്രാ. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് എന്ന് വേണമെങ്കിൽ പറയാം. 120 വാട്ട് ഇല്ലെങ്കിൽ പോലും ഈ പ്രൈസ് സെഗ്മെന്റിൽ ഒരുപാട് വേറെ സ്പെസിഫിക്കേഷൻ തരുന്ന ഒരു ഫോണാണ് Poco X6 Pro. അപ്പോൾ ഈ ചാർജിങ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.